നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനപ്പെട്ട ജലവൈദ്യുത അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കാജനകമായി താഴ്ന്നതോടെ സംസ്ഥാനം കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്ക്. KSEBയുടെ പ്രധാന 17 ജലവൈദ്യുത അണക്കെട്ടുകളിലായി നിലവിൽ ആകെ സംഭരണശേഷിയുടെ 30.55% വെള്ളമാണുള്ളത്. ഈ സാഹചര്യത്തിൽ നിയന്ത്രണം കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് KSEB. ഇന്നലെയും പല സ്ഥലങ്ങളിലും അരമണിക്കൂറിലധികം വൈദ്യുതി മുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 മെഗാവാട്ട് വരെ വൈദ്യുതി ഉയരുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴുള്ള വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ മാത്രമേ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് സർക്കാർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര വിഹിതത്തിൽ നിന്നും കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശേഷി 3 വർഷത്തിനകം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനാണ് KSEBയുടെ പദ്ധതി. ഉപഭോക്താക്കളും വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് KSEB അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് KSEBയും വൈദ്യുത വകുപ്പും അറിയിക്കുന്നുമുണ്ട്. വർദ്ധിച്ച ഉപയോഗം, കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം എന്നിവയാണ് പ്രതിസന്ധിക്ക് കാരണം. മകളെ വിവാഹം കഴിപ്പിച്ച് നൽകാത്തതിന് ഗുണ്ടയും കൂട്ടാളികളും ഗൃഹനാഥനെയും മകനെയും ആൾതാമസമില്ലാത്ത വീട്ടിൽ വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ചു. ഇടിമുറി സജ്ജീകരിച്ച വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ചും പ്ലെയർ കൊണ്ടും പരിക്കേൽപ്പിച്ചുമായിരുന്നു പീഡനം. ഗൃഹനാഥന്റെ ശരീരത്തിൽ പടക്കം കെട്ടിവെച്ച് കൊല്ലുമെന്ന ഭീഷണിയും മുഴക്കി. കിളിമാനൂർ വെള്ളല്ലൂരിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. വർക്കല വടശ്ശേരിക്കോണം ആര്യഭവനിൽ അനിൽകുമാർ, മകൻ അച്ചു എന്നിവരെയാണ് കൊല്ലാക്കൊല ചെയ്തത്. സഹോദരൻ അച്ചു അക്രമി സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും രക്ഷപ്പെടുത്തി. മൃതപ്രായനായ അനിൽകുമാറിനെ കിളിമാനൂർ പോലീസ് എത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവശേഷം രക്ഷപ്പെട്ട വെള്ളല്ലൂർ പുളിയറക്കോണം വീട്ടിൽ സുധീഷിനെയും 4 സുഹൃത്തുക്കളെയും പിടികൂടാനായില്ല. സംഭവസ്ഥലമായി ഉപയോഗിച്ച വീട്ടിൽ നിന്നും നാടൻ ബോംബുകൾ, തോക്ക്, ചങ്ങല എന്നിവ പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ പ്രതികൾ നടത്തിയത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയെന്ന് പോലീസ്. സുധീഷിന്റെ മുത്തശ്ശിയുടെ പേരിലുള്ള പണി പൂർത്തിയാകാത്ത വീടാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ആളൊഴിഞ്ഞ മേഖലയിൽ റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീട്ടിലേക്ക് ആളുകളുടെ ശ്രദ്ധ എത്തില്ലെന്ന് ഉറപ്പാക്കി മർദ്ദന വിവരം പുറത്തറിയാതിരിക്കാൻ വീട്ടിനുള്ളിലെ ഒരു മുറിയിൽ ഗ്ലാസ് കൊണ്ട് സൗണ്ട് പ്രൂഫ് സംവിധാനം ഒരുക്കി. ഇതിനായി ഏകദേശം 2 ലക്ഷം രൂപ ചിലവിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കോഴിക്കോട് മാനാഞ്ചിറയിലെത്തിയ അച്ഛനോടും 3.5 വയസ്സുകാരനായ മകനോടും ഓപ്പൺ ജിമ്മിലെ ട്രെയിനറുടെ ക്രൂരത. അറിയാതെ ഓപ്പൺ ജിമ്മിൽ ഓടിക്കേറിയ കുട്ടിയെ പരസ്യമായി ചീത്ത വിളിച്ച ട്രെയിനർ അനിൽകുമാർ അച്ഛനെയും കുട്ടിയെയും ജിമ്മിൽ നിന്ന് പുറത്തേക്ക് പിടിച്ച് തള്ളുകയും ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. ഒഴിവ് സമയം ചിലവഴിക്കാനാണ് ഈസ്റ്റ് ഹിൽ സ്വദേശിയായ അച്ഛനും മകനും മാനാഞ്ചിറയിലെത്തിയത്. ഓപ്പൺ ജിം പരിസരത്തെത്തിയപ്പോൾ കുട്ടി അവിടേക്ക് പെട്ടെന്ന് ഓടിക്കയറുകയായിരുന്നു. കുട്ടികൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ അച്ഛൻ പിന്നാലെ ചെന്ന് കുട്ടിയെ എടുത്തു. അപ്പോഴേക്കും കുട്ടിക്കും പിതാവിനും നേരെ ആക്രോശിച്ച് ട്രെയിനറായ അനിൽകുമാർ എത്തുകയായിരുന്നു. തുടർന്ന് അച്ഛൻ തൊട്ടടുത്തുള്ള സ്പോർട്സ് കൗൺസിൽ ഓഫീസിലെത്തി പരാതി നൽകി. അധികൃതർ ട്രെയിനറെ ഇവിടേക്ക് വിളിച്ചു വരുത്തി മനുഷ്യത്വപരമായി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചും കയ്യേറ്റം ചെയ്യുമെന്ന രീതിയിലാണ് ഇയാൾ പെരുമാറിയതെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ടൗൺ പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും ശനിയാഴ്ച കുടുംബം പരാതി നൽകും. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിലുള്ളതാണ് ഈ ഓപ്പൺ ജിം. പരാതി ലഭിച്ചിട്ടുണ്ട്. സംഭവം അന്വേഷിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും പരക്കെ മഴ സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗം മുതൽ വടക്കൻ ലക്ഷദ്വീപ് പ്രദേശം വരെ, വടക്കൻ തമിഴ്നാട്, വടക്കൻ ഉൾനാടൻ കർണാടക, വടക്കൻ കേരളം വഴി സമുദ്രനിരപ്പിൽ നിന്ന് 7.6 കിലോമീറ്റർ ഉയരത്തിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 21 ചൊവ്വാഴ്ച വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കേസ് അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് SIT കൈമാറിയ പുതുക്കിയ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ പരാമർശങ്ങൾ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ് കേന്ദ്രീകരിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. വിശദീകരണം ആവശ്യപ്പെട്ട് അജിത് കുമാറിന് DGP റവാഡ A ചന്ദ്രശേഖർ കത്ത് നൽകി. 3 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. മറുപടി പരിശോധിച്ച ശേഷം വകുപ്പ് തല നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം ശുപാർശ ചെയ്ത് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് കൈമാറും. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടി വന്നാൽ DGP റാങ്കിലേക്കുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മുടങ്ങും. കണ്ണൂർ പയ്യന്നൂരിൽ അനസ്തീഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച കേസിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറും.
കുട്ടിയെ ചികിത്സിച്ച പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും പോലീസ് തുടർ നടപടി സ്വീകരിക്കുക. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ അഞ്ജലി മുൻകൂർ ജാമ്യത്തിനായി തലശ്ശേരി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പാലക്കാട് ബൊണ്ടൂരിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകേറിയുണ്ടായ അപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. യുവക്ഷേത്ര കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. അപകടത്തിൽ 4 വിദ്യാർത്ഥികൾക്കും ഒരു പ്രദേശവാസിക്കുമാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് ആശുപത്രി മാലിന്യങ്ങളുമായി പോവുകയായിരുന്നു ലോറി. കോൺഗ്രസ് MP ആയ ശശി തരൂർ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ സുരക്ഷിതമായി പുറത്തിറക്കി. ഹോട്ടലിലെ ചില ജീവനക്കാരും ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7:30ഓടെയാണ് സംഭവം. ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിനിടെ 6ാം നിലയിലെത്തിയപ്പോൾ ലിഫ്റ്റ് പെട്ടെന്ന് പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഏകദേശം അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ശശി തരൂരിനെയും മറ്റു ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെടുത്തത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. ലിഫ്റ്റ് തകരാറിലാകാൻ അമിതഭാരം കാരണമായിരിക്കാമെന്നും പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് അനുമതി തേടിയിട്ടുണ്ടെന്നും 1 മാസത്തിനകം സർക്കാർ ഇതിന് അംഗീകാരം നൽകുമെന്നുമുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. ഇത്തരമൊരു നിർദ്ദേശം കേരളത്തിലോ രാജ്യത്ത് മറ്റെവിടെയെങ്കിലുമോ തങ്ങളുടെ പരിഗണനയിലില്ലെന്ന് ടാറ്റ ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. വാഹനാപകടങ്ങളിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM റാഹത്ത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പദ്ധതി ആരംഭിച്ചതായി മന്ത്രി CP ജോൺ അറിയിച്ചു. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് മുൻകൂർ പണം നൽകാതെ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്ന ഈ പദ്ധതി തുക അപര്യാപ്തമാണെന്ന് പറഞ്ഞ് LDF സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. വാഹനാപകടമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും ആശുപത്രി അധികൃതരും റിപ്പോർട്ട് നൽകിയാൽ പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ലാതെ 1.5 ലക്ഷം രൂപ ചികിത്സാ സഹായം അപകടത്തിൽപ്പെടുന്നയാൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച സ്വകാര്യ റോക്കറ്റായ വിക്രം 1ന്റെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ഇന്ന്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് കമ്പനിയാണ് ഭൂമിയുടെ ഭ്രമണപഥം വരെ ഉപഗ്രഹങ്ങളെ എത്തിക്കാനാവുന്ന വിക്രം 1 റോക്കറ്റ് നിർമ്മിച്ചത്. രാവിലെ 11:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. വിജയിച്ചാൽ അത് ബഹിരാകാശ മേഖലയിൽ ISRO അല്ലാതെ മറ്റൊരു ഏജൻസിയുടെ റോക്കറ്റിന്റെ ആവിർഭാവമായിരിക്കും. PSLV, GSLV, SSLV തുടങ്ങിയ ISROയുടെ 3 വിക്ഷേപണ റോക്കറ്റുകളാണ് ഇന്ത്യയിലേക്ക് നിലവിലുള്ളത്. ആഗമൻ എന്നാണ് വിക്രം 1 ദൗത്യത്തിന്റെ പേര്. ഗ്രാഹ സ്പേസ്, കോസ്മോസർവ്, ഡിക്യൂബ്സ്റ്റ് തുടങ്ങിയ ചെറിയ ഉപഗ്രഹങ്ങളും സ്കൈറൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് ഉപഗ്രഹവുമാണ് വിക്രം റോക്കറ്റിൽ വിക്ഷേപിക്കുക. ജൂൺ 28 മുതൽ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ്ങിനെ ശനിയാഴ്ച പ്രതിഷേധ സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്ത് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 59 വയസ്സുള്ള ഇയാളുടെ ആരോഗ്യസ്ഥിതി വഷളാകുന്നത് സംബന്ധിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെയും വിദഗ്ധ വൈദ്യോപദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് ട്വീറ്റിൽ പറഞ്ഞു. റിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ഇരുമ്പ് വടികൾ പിന്നാലെ വന്ന വാഹനത്തിന്റെ മുൻ ഗ്ലാസിലേക്ക് തുളച്ചുകയറിയുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചു. ഹരിയാനയിലെ ദ്വാരക എക്സ്പ്രസ് വേയിൽ വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. ടാക്സിയായി ഓടുന്ന കാർ മുൻപിൽ പോയ ഈ റിക്ഷയിൽ കൊണ്ടുപോയ ഇരുമ്പ് ദണ്ടുകളിൽ ഇടിക്കുകയും കമ്പികൾ കാറിന്റെ ഗ്ലാസ് തകർത്ത് ഡ്രൈവറുടെ നെഞ്ചത്തേക്ക് തുളച്ചു കയറുകയുമായിരുന്നു. ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള 5 പേരെ കൂടെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13ആയി. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ജിഹാദി പുസ്തകങ്ങളുടെ അച്ചടിച്ച പകർപ്പുകൾ, അസറിനെ അഭിസംബോധന ചെയ്ത് അച്ചടിച്ച കത്ത്, ഭീകരവാദ ധനസഹായം ലഭിച്ചതായി സംശയിക്കുന്ന 1.30 ലക്ഷം രൂപ എന്നിവയാണ് പ്രധാന തെളിവുകൾ. തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ സജീവമായി പങ്കാളിയായ ഒരു ശൃംഖലയ്ക്കെതിരായ തുടർച്ചയായ ഓപ്പറേഷനാണിത്. ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം. 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിൽ ഇറാൻ നീങ്ങുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC വ്യക്തമാക്കി. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടികളും ഉണ്ടാകില്ല. അമേരിക്കയെ ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒരു അതിർത്തികളും ഇറാന് തടസ്സമാവില്ലെന്നും IRGC വ്യക്തമാക്കി. ഭീഷണിക്ക് പിന്നാലെ ഹോർമുസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിലായി ഒരാളായി വിലയിരുത്തപ്പെടുന്ന വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം സർ ഗാരി സോബേഴ്സ്
അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബാർബഡോസിലെ വസതിയിലായിരുന്നു അന്ത്യം. മകൻ ഡാനിയൽ സോബോഴ്സാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത്. സോബോഴ്സിന്റെ വിയോഗത്തോടെ ക്രിക്കറ്റിലെ ഒരു സുവർണ യുഗത്തിനാണ് വിരാമമാകുന്നതെന്നാണ് കായിക ലോകത്തിന്റെ വിലയിരുത്തൽ. 1954 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനായി 93 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും 8032 റൺസും 235 വിക്കറ്റുകളും സ്വന്തമാക്കി. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ മികവ് തെളിയിച്ച ഇദ്ദേഹം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സമ്പൂർണ്ണ താരങ്ങളിൽ ഒരാളായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച മെക്സിക്കോയുടെ തീരത്ത് ശക്തമായ ഭൂകമ്പമുണ്ടായി. തെക്കൻ മെക്സിക്കോയിലും അയൽരാജ്യമായ മധ്യ അമേരിക്കയിലും ഭൂചലനം അനുഭവപ്പെട്ടു. പസഫിക്കിന്റെ ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പ്രകാരം ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.3 രേഖപ്പെടുത്തി. മെക്സിക്കൻ നഗരമായ പ്യൂട്ടോ മെറഡോയ്ക്ക് സമീപം ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. ഇറാനിലെ ചബഹാർ തുറമുഖത്തെ IRGC നിരീക്ഷണ ടവർ തകർത്തതായി അമേരിക്ക സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളെ നിരീക്ഷിക്കാനും ലക്ഷ്യമിടാനുള്ള ടെഹ്റാന്റെ കഴിവിനെ ഈ ആക്രമണം ദുർബലപ്പെടുത്തുന്നുവെന്ന് അവർ പറഞ്ഞു. അതേസമയം രാത്രിയിലെ വ്യാപകമായ ആക്രമണങ്ങൾക്കിടയിലും തുറമുഖം പ്രവർത്തനക്ഷമമാണെന്ന് ഇറാൻ പറയുന്നു. കാനഡയിൽ നിന്ന് തെക്കോട്ടൊഴുകുന്ന കാട്ടുതീപ്പുക അമേരിക്കയിലുടനീളം വായുമലിനീകരണം ഉണ്ടാക്കി എന്നാരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ അത്തരമൊരു നീക്കത്തിനുള്ള നിയമപരമായ അടിസ്ഥാനം അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. തെക്കു പടിഞ്ഞാറൻ ചൈനീസ് നഗരമായ ചോങ്ക്വിങ്ങിൽ വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 10ലധികം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ മണ്ണിനടിയിലായി. ഇതിൽ 8 പേർ കൊല്ലപ്പെടുകയും 34 പേരെ കാണാതാവുകയും ചെയ്തു. പെങ്ഷുയി കൗണ്ടിയിലെ ചരിവിലൂടെ പാറയും മണ്ണും ഒഴുകിപ്പോയതിനെ തുടർന്ന് വീടുകൾ ഒറ്റപ്പെട്ടുവെന്നും സമീപ പ്രദേശങ്ങളിൽ നിന്ന് 1100-ലധികം താമസക്കാരെ ഒഴിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടം നിർബന്ധിതരായി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായതോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ അടിയന്തര സംഘങ്ങളുടെ 1ലധികം ടീമുകളെ ഉടൻ സ്ഥലത്ത് വിന്യസിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.